ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു പുതിയ സീരീസ് വന്നിട്ടുണ്ട്. ഡ്രാമ സീരീസാണ്. 10 എപ്പിസോഡുള്ള ഈ ഒരു സീരീസിൻ്റെ 5 എപ്പിസോഡ് റിലീസായുള്ളൂ. പക്ഷേ 5 എപ്പിസോഡും ഗംഭീരം എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനം. ഒരു ഡ്രാമ സീരീസാണ്, പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തി കാണിക്കും. അമ്മാതിരി ഒരു ഐറ്റമാണിത്. ഇത് ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിങ് ഒരു റേഞ്ച് കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡിലെ ഒരു മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ഉള്ള ഒരു കാസ്റ്റാണ് ഇതിനുള്ളത്. അതിനകത്ത് എടുത്തു പറയേണ്ടത് ടോം ഹാഡിയാണ്. ഇതിനകത്ത് ഒരു ലീഡിങ് റോൾ ചെയ്യുന്നത്. ഹാരി എന്ന് പറയുന്ന ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ PS ബ്രോസ്നൻ ഉണ്ട്. നമ്മൾ ജെയിംസ് ബോണ്ട് സിനിമകളിൽ പുള്ളിയെ കണ്ടിട്ടുള്ളതാണ്. ഒരു കിടിലൻ ആക്ടറാണ്. ഇതിനകത്തൊരു കിടിലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെലൻ മിറൻ എന്ന് പറയുന്ന ആക്ട്രസ്, പുള്ളിക്കാരിയെ നമ്മൾ കുറേ അധികം സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കുറേ അധികം ആക്ടേഴ്സ് ഈ ഒരു സീരീസിലുണ്ട്. സീരീസിൻ്റെ പേര് മോബ്ലാൻഡ് എന്നാണ്. ലണ്ടനിലാണ് കഥ നടക്കുന്നത്. ലണ്ടനിലെ 2 മെയിൻ ക്രിമിനൽ ഫാമിലീസ് തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും ഇതിനകത്ത് ഇന്നർ പൊളിറ്റിക്സും ഒക്കെയാണ് സീരീസിൽ കാണിച്ചു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മളെ പിടിച്ചിരുത്തി കാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനാണ്. അതേപോലെ തന്നെ മേക്കിങ്ങും, പിന്നെ ടോം ഹാഡിയുടെ ആക്ടിങ് അറിയാവേണ്ടതാണ് നമുക്ക്. അജാതി ആക്ടിങ് പുള്ളി. അതായത് ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പിലൊക്കെ പോകുന്നൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഗംഭീര ക്യാരക്ടർ എന്ന് വെച്ചാൽ ഗംഭീര ക്യാരക്ടർ. അത് ഓരോ ആക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണുള്ളത്. പക്ഷേ എല്ലാം ക്രിമിനൽ ഫാമിലിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഇന്നർ പൊളിറ്റിക്സ്, എല്ലാവർക്കും പവർ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ പവർ ഗ്രാബും ഈ 2 ഫാമിലി തമ്മിലുള്ള പ്രശ്നം എന്താണ്, ആ ഒരു സാധനങ്ങൾ, ഇവർ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ സാധനമൊക്കെയാണ് കാണിച്ചത്. അല്ലാണ്ട് ഈ പറയുന്ന ഭയങ്കര ആക്ഷൻ സീക്വൻസുകളൊന്നും ഇല്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത സാധനം. നമ്മളിങ്ങനെ ഇതിനകത്ത് ലയിച്ചിരുന്ന് കണ്ടുപോകുന്ന രീതിയിലാണ് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അമ്മാതിരി ഒരു ഐറ്റം. ഇതിന് ഇടയ്ക്ക് പോലീസുകാരുണ്ട്. ഇത്രയും വലിയ ക്രിമിനൽ ഫാമിലിയൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ചധികം പ്രശ്നങ്ങളും ഒക്കെ വരും നമുക്കറിയാം. അതിനകത്ത് ഈ ചില കുരുപ്പുകളുണ്ട്. ഒരു ആവശ്യമില്ലാതെ പോയി വള്ളി പിടിക്കുന്ന കുറേ കുരുപ്പുകളുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പോകുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ സാധനമാണ്. 5 എപ്പിസോഡ് റിലീസായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ 5 എപ്പിസോഡ് വരാനുണ്ട്. പക്ഷെ ഇപ്പോൾ സീരീസ് ഇങ്ങനെ ഒരു പീക്കിലാണ് നിൽക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള സാധനം നമ്മളിങ്ങനെ അറിയാനായിട്ട് ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്ന സാധനമാണ്. ടോം ഹാഡിയുടെ അഭിനയം പിന്നെ എടുത്ത് പറയേണ്ട, വേറെ ടോപ്പ് നോച്ചായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ. പിന്നെ ഓരോരുത്തരുടെയും അത്രയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രാമയാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത്. പതുക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഒട്ടും ബോറടിപ്പിക്കില്ല. എവിടെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കില്ല എന്നുള്ളതാണ്. അത്ര ഉണ്ട്, സ്റ്റോറി എത്ര ഉണ്ട്. ഇതിനകത്ത് ഇന്നർ പൊളിറ്റിക്സ് ആണ് പറയുന്നതെങ്കിൽ ഓരോ ക്യാരക്ടറിൻ്റെ ഇവന്മാരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോവും. ഇതിലാരാണ് ഇതിനകത്ത് നിന്നിട്ട് ഇവന്മാരെ ഇപ്പം ചതിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തോട്ട് നമുക്കൂടെ തോന്നിപ്പോകുന്ന രീതിയിലാണ് സാധനം കൊണ്ടുപോകുന്നത്. അമ്മാതിരി ഐറ്റമാണ്. എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വർഷം ഇറങ്ങിയതിലെ 1 ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ സീരീസുകളിൽ ഒന്നാണ് മോബ്ലാൻഡ്.